നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പേര് അനന്തു. പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഒരു BV380 ഫാമാണ്. ഈ ഒരു ഫാമിൽ 2500ഓളം കോഴികളാണ് ഇവിടെ നമ്മൾ വളർത്തുന്നത്. ഫുള്ള് വാക്സിനേഷനും അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞതാണ്. ഇന്ന് ഈ കോഴികളെല്ലാം ബാംഗ്ലൂരോട്ടാണ് പോകുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചിത്രീകരിക്കാനുള്ള കാരണം, പല സംസ്ഥാനങ്ങളിലോട്ടും ഞങ്ങളുടെ ഫാമിൽ നിന്ന് കോഴികൾ പോകുന്നുണ്ട് നിലവിൽ. പക്ഷേ ഇതുവരെ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചിത്രീകരിച്ചിട്ടില്ല. ഈ ഒരു ഫീൽഡിൽ ഉള്ളവർക്കറിയാം, ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ BV380 കോഴിക്കുഞ്ഞുങ്ങളെ നമ്മുടെ നാട്ടിൽ എത്തിച്ച് വളർത്തുന്നത്. ആ ഒരു കോഴികൾ ബാംഗ്ലൂരോട്ട് തന്നെ തിരിച്ച് ഞങ്ങൾ ഇന്ന് സപ്ലൈ ചെയ്യുകയാണ്. പലതവണ ഞങ്ങൾ ബാംഗ്ലൂരും അതുപോലെ തന്നെ ആന്ധ്ര, കർണാടക, തമിഴ്നാട് എല്ലാ സംസ്ഥാനങ്ങളിലിട്ട്, സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ ഫാമിൽ നിന്ന് കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ബാംഗ്ലൂരോട്ട് പോകുന്ന കസ്റ്റമർക്ക് ഓൾറെഡി തന്നെ ഒരു 1.5 വർഷം മുമ്പ് നമ്മളുടെ ഫാമിൽ നിന്ന് തന്നെ കോഴികളെ ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ കോഴികൾ നമ്മുടെ കൈവശം ഉണ്ടെന്നറിഞ്ഞിട്ടാണ് ഇവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതും വെങ്കടേശ്വര ആച്ചറി മുഖാന്തരമാണ് ഞങ്ങളുമായിട്ട് ഇവർ കോണ്ടാക്ട് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവർ കോണ്ടാക്ട് നമ്പർ കൊടുത്തതും ഞങ്ങളുടെ ഫാമിൽ വന്ന് ഇവർ വിസിറ്റ് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് പന്തളത്തെത്തി കോഴികളെയെല്ലാം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അഡ്വാൻസ് തരുന്നത്. അതിനുശേഷം 20ഓളം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സപ്ലൈ അറേഞ്ച് ചെയ്യുന്നത്. അവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ മുട്ടയിടുന്ന കോഴികളാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രായം വരെ ഞങ്ങൾ ഫാമുകളിൽ ഇട്ട് വളർത്തിയത്. അതിനായിട്ട് ഞങ്ങൾ വണ്ടികളെല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. ഏകദേശം 160ഓളം ബോക്സുകളാണ് ഞങ്ങൾ ഈ ഒരു വണ്ടിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2500ഓളം കോഴികളെയാണ് ഞങ്ങൾ ഇന്ന് ഈ രാത്രിയിൽ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ കോഴികളെല്ലാം നിൽക്കുന്ന ബോക്സുകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ വാട്ടർ വാഷ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ലോഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു ദിവസത്തെ യാത്രയുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരോട്ട്. അതൊരു കാരിയർ വണ്ടിയിൽ നമ്മൾ എത്തിക്കുമ്പം ബോക്സുകളെല്ലാം വൃത്തിയായില്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസുകൾ കോഴികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വാട്ടർ വാഷ് ചെയ്ത് ഫുള്ള് ബോക്സും നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റുന്നത്. പല കസ്റ്റമറും പറയാറുണ്ട് BV380 കോഴികൾ നഷ്ടകരമാണെന്ന്. നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ 100% ലാഭമാണ്. അത് വളർത്തുന്ന കസ്റ്റമേഴ്സിന് എല്ലാവർക്കും അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു BV380 കോഴികൾ നമ്മുടെ നാട്ടിലോട്ട് എത്തുന്നത്. ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എനിക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റി അന്യ സംസ്ഥാനത്തിലോട്ട്. പലതവണ നമ്മുടെ ഫാമുകളിൽ നിന്ന് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ ചിത്രീകരിക്കണമെന്നുള്ളൊരു മനസ്സ് വന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് അന്യ സംസ്ഥാനത്തോട്ട് ഇന്നീ പോകുന്ന കോഴികളുടെ മുട്ട തിരികെ നമ്മുടെ നാട്ടിലോട്ട് തന്നെയാണ് ഇത് വരുന്നത്. നമ്മുടെ നാട്ടിലെ കർഷകർ മുന്നിട്ടിറങ്ങിയാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഒരു മുട്ട ഉൽപ്പാദനം മാക്സിമം നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. ഞാനിത് പറയുന്നത് കേട്ട് എൻ്റെ ബിസിനസ് മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുകയല്ല. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. അതേപോലെ തന്നെ നല്ല പോലെ ഹാർഡ് വർക്ക് ഉണ്ട് ഇതിൽ. ഒന്ന് മാത്രം ഓർത്താൽ മതി, ഇത് കോഴിക്കാഷ്ടം വാരി ജീവിക്കുന്നൊരു ജോലിയാണ്. കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതേപോലെ തന്നെ മനസ്സിൻ്റെ കട്ടിയും എല്ലാം ഉണ്ടെങ്കിലേ ഇത് പറ്റത്തുള്ളൂ. മറ്റുള്ള ജോലികളെക്കാട്ടിലും വേഗം മുഷിച്ചിൽ വരും. വിസർജ്യങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും പലയിട സമയങ്ങളിലും. അതുപോലെ തന്നെ കോഴികളെ പരിപാലിപ്പിക്കേണ്ട രീതിയിൽ പരിപാലിക്കേണ്ടി വരും. അതിനെ തലോടേണ്ടി വരും. പല രീതിയിലും നിങ്ങൾക്ക് കെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ഒരു ബിസിനസ്സോട്ട് വരാവുള്ളൂ ആദ്യം തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫാമിംഗ് മേഖലയിലോട്ട് എത്തുമ്പോൾ, ഈ ഒരു ഫാമിംഗ് എന്നല്ല, അതിപ്പോൾ കാറ്റിൽ ഫാം ആണെങ്കിലും പല മേഖലയിലെത്തുമ്പം
അത് ശാസ്ത്രീയമായിട്ട് മാത്രം ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി രീതിയിൽ ചെയ്യണം. നമ്മുടെ നാട്ടിൽ പണ്ട് കാലങ്ങളിൽ വളർത്തുന്ന രീതിയിൽ നമുക്ക് കോഴികളെ വളർത്തിക്കൊണ്ട് പോയാൽ അത് തീർച്ചയായിട്ടും പരാജയമാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലെല്ലാം കോഴികളെ അഴിച്ചു വിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു രീതിയിൽ വളർത്തുമ്പം 100% ലാഭകരമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പട്ടികളുടെ ശല്യവും വന്യജീവികളുടെ ആക്രമണവും കാരണം ആ രീതിയിൽ നമുക്ക് കോഴികളെ വളർത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ 5ഉം 10 അല്ലെങ്കിൽ ഒരു 50 കോഴിയൊക്കെ നമ്മൾ ഈ നോർമലായിട്ട് അഴിച്ചു വിട്ട് വളർത്താൻ പറ്റത്തുള്ളൂ. കൂടുതലായിട്ടും നമ്മൾ വളർത്തുമ്പോൾ അത് ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ ഹൈടെക് രീതിയിൽ തന്നെ വളർത്തണം. ഇതൊരു പില്ലർ ഫാമിംഗ് ആണ്. പില്ലർ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം 10 അടി മുകളിലാണ് ഈ കോഴികൾ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 10 അടി മുകളിൽ പില്ലർ കെട്ടി പൊക്കി അതിൻ്റെ മുകളിലാണ് ഈ ഫാമിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാഷ്ടം നേരെ ഏകദേശം 10 അടി താഴെയുള്ള നമ്മുടെ ഗ്രൗണ്ടിലോട്ടാണ് വീഴുന്നത്. ഓപ്പൺ ആണ്, കമ്പോസ്റ്റ് മെത്തേഡ് അല്ല ഇത് ഓപ്പണായിട്ട് താഴെ വീഴുകളാണ്. അന്യ സംസ്ഥാനങ്ങളിൽ ഫാമിംഗ് മേഖല കണ്ട് പരിചയമുള്ളവർക്ക് ഇതറിയാം. ഈ 10 അടിയോളം കാഷ്ടത്തിൽ നിന്ന് കോഴികൾ ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് യാതൊരു രീതിയിലുമുള്ള അമോണിയയുടെ ജനറേഷൻ ഇവിടെ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ കോഴികൾ എപ്പോഴും ഫ്രഷായിട്ട് ആരോഗ്യമായിട്ട് കിടക്കും, മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ പില്ലർ ഫാമിങ്ങിലും കമ്പോസ്റ്റ് ഫാമിങ്ങിലും ഇതൊരു പ്രത്യേകതയാണ്. അസുഖങ്ങൾ വളരെ കുറവായിരിക്കും നമ്മുടെ കോഴികളിൽ വരുന്നത്. വരില്ലെന്നല്ല ഞാൻ പറയുന്നത്, വളരെ കുറവായിരിക്കും. അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാനും പറ്റും. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്നുണ്ട്. നമുക്ക് ഒരു കോഴികൾക്ക് അസുഖം വരികയാണെങ്കിൽ അത് നമ്മൾ പരിപാലിപ്പിക്കുന്നത് രീതിയിലിരിക്കും. ഈ പില്ലർ മേഖല ഏകദേശം 18 മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിച്ചേർന്ന്. കോഴികളെല്ലാം ആക്റ്റീവായിട്ടുണ്ട്. യാതൊരു രീതിയിലുള്ളൊരു നഷ്ടം നമുക്ക് സംഭവിച്ചിട്ടില്ല. ഒരു കോഴികൾക്ക് പോലും ഡാമേജ് ഉണ്ടായിട്ടില്ല. ആ രീതിയിലാണ് ഞങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. പന്തളം ഫാമിംഗ് സൊല്യൂഷൻ, പന്തളം. ഫോൺ നമ്പർ 8289812614. താങ്ക് യു. കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.